അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് മത്തൻ എരിശ്ശേരി എങ്ങനെ വെക്കണം നോക്കാം. കുതിർത്ത പയർ വേവിച്ച് വെച്ചത്. അതിന് ശേഷം നമുക്ക് മത്തൻ കൊട്ടാം. അതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് പൊടി, അതിന് ശേഷം ഇതെല്ലാം കൂട്ടി ഇളക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്നും കൂടി വേവിക്കാം. കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. നമുക്ക് കുറച്ച് തേങ്ങ നല്ല ജീരകമിട്ട് അരച്ചും വെക്കാം, കുറച്ച് തേങ്ങ പൊടിച്ചും വെക്കണം. അപ്പോൾ ഇത് പയറും മത്തനും വെന്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ഒഴിക്കാം. തേങ്ങ ഒഴിച്ചിട്ടുണ്ട്, അതൊന്ന് നന്നായി തിളക്കട്ടെ. അതിന് ശേഷം നമുക്ക് വറവും തേങ്ങയൊക്കെ ചേർത്താം. വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കത് ഓണക്കറികളിലൊക്കെ യൂസ് ചെയ്യുക. തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഓണക്കറികളിലൊക്കെ ഒരു കറിയാണിത്. പിന്നെ ഇത് എന്നിട്ട് നമുക്ക് തേങ്ങ നന്നായിട്ട് അതിൽ വറുത്തിട്ട് എണ്ണയിൽ കടുകും തേങ്ങയും ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് വറുത്തിട്ട് ദൈവക്ക് പൊട്ടുകയാണ്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായ ശേഷം കടുകിടാം. കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് കറിവേപ്പിലിടാം. ഉണക്കമുളക് ഇടാം. ഉണക്കമുളകൊന്ന് മൂത്ത ശേഷം നമുക്ക് തേങ്ങ കൊട്ടാം. തേങ്ങ പൊടിച്ചിട്ടില്ല, തേങ്ങ കൊട്ടാം. ചിരവിയിട്ടാണ് ഇടുക എല്ലാവരും. എനിക്ക് ചിരവാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പൊടിച്ചിട്ടായിരുന്നത്. ചിരവിയ പോലെ തന്നെ ഉണ്ടാവുന്നുണ്ടല്ലോ, അത്ര ഒരുപാട് പൊടിക്കാണ്ടേ. ഒന്നിലിട്ടൊക്കെ പൊടിച്ചിട്ട് നന്നായി വറക്കാം. നമുക്ക് കറി തേങ്ങ മൂത്ത ശേഷം കറി കൊട്ടാം. തേങ്ങ നന്നായി മൂത്ത ശേഷം ഉണ്ടാ പൊട്ടുന്നത്. എന്താണ് ക്ലാസ്സാ? എന്തിനാണ് എങ്ങോട്ടാ ഓടുന്നത്? നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിന് ശേഷം ഒന്ന് വെള്ളം പറ്റിയാൽ, ഒരുപാടല്ല, ഒന്ന് വെള്ളം പറ്റിയാൽ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഓഫാക്കി വെക്കാം. കറി റെഡിയായി. ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ അത് നോക്കിയിട്ട് അതിട്ടിട്ട് ഇളക്കിയിട്ട് കറി റെഡിയായി. അപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും എൻ്റെ ചാനലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എനിക്ക് വേണ്ട എല്ലാ ഹെൽപ്പും, അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ തന്നെ ഒന്ന് എനിക്ക് വേണ്ടി ചെയ്യണം കേട്ടോ എല്ലാവരും. അസ്സലാമു അലൈക്കും.